ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഡാറ്റ ചോർത്തിയതിന് ടെലഗ്രാമിനെതിരെ സ്റ്റാർ ഹെൽത്ത് കേസെടുത്തു. പോളിസി ഉടമകളുടെ സ്വകാര്യ വിവരങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും ചോർത്തിയെന്നാണ് കേസ്. പോളിസി ഉടമകളുടെ സ്വകാര്യ വിവരങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും ചോർത്താൻ മെസ്സേജിംഗ് ആപ്പിലെ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് സ്റ്റാർ ഹെൽത്ത് ടെലഗ്രാമിനെതിരെയും മറ്റൊരു സ്വകാര്യ ഹാക്കർക്കെതിരെയും കേസ് നൽകിയത്. ഡാറ്റ ഓൺലൈനായി ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ചാറ്റ് ബോട്ടുകളും വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്യാൻ കോടതി ടെലിഗ്രാമിനോട് ആവശ്യപ്പെട്ടു. സ്റ്റാറിന്റെ സ്വന്തം സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു കോടതിയിൽ നിന്നാണ് തങ്ങൾക്ക് അനുകൂലമായ താൽക്കാലിക വിലക്ക് ഇൻഷുറൻസ് കമ്പനി നേടിയെടുത്തത്. രഹസ്യവും തന്ത്രപ്രധാനവുമായ വിവരങ്ങൾ അനധികൃതമായി ആക്സസ് ചെയ്യുകയും ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് സ്റ്റാർ നോട്ടീസിൽ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഓപ്പൺ എയിൽ കൂട്ടരാജി. ഓപ്പൺ എയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ മീര മുരാട്ടി, ചീഫ് റിസർച്ച് ഓഫീസർ ബോബ് മഗ്രൂവ്, ഗവേഷണ നേതാവ് ബാരറ്റ് സോഫ് എന്നിവരാണ് കമ്പനി വിട്ടത്. ജീവനക്കാരുടെ രാജി കമ്പനിയുടെ സിഇഒ സാം ആൾട്ട്മാൻ സ്ഥിരീകരിച്ചു. മീര മുരട്ടി എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഏറെ ആലോചിച്ചതിന് ശേഷമാണ് ChatGPT നിർമ്മാതാവിനെ ഉപേക്ഷിക്കാനുള്ള പ്രയാസകരമായ തീരുമാനമെടുത്തതെന്ന് എഴുതി. സ്വന്തം സ്ഥാപനം തുടങ്ങാനാണ് മീര മുരാട്ടി രാജിവെച്ചതെന്ന് എക്സിലെ പോസ്റ്റിൽ പറയുന്നു. കമ്പനിയിലെ തന്റെ 6.5 വർഷം അസാധാരണമായ പദവിയാണെന്നും സിഇഒ സാം ആൾട്ട്മാൻ, പ്രസിഡന്റ് ഗ്രെഗ് ബ്രോക്ക്മാൻ എന്നിവർ വർഷങ്ങളായി നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നതായും മീര മുരാട്ടി പറഞ്ഞു. ആൾട്ട്മാൻ കമ്പനിക്ക് നൽകിയ സേവനത്തിന് മുരട്ടിയോട് നന്ദി പറഞ്ഞു. അതിവേഗം വളരുന്ന ഒരു സംഘടനയ്ക്ക് നേതൃമാറ്റം സ്വാഭാവികമാണെന്നും ചൂണ്ടിക്കാട്ടി. ഉടൻ പരിവർത്തന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. പ്രമുഖ IT കമ്പനിയായ ഇൻഫോസിസ് സ്വീഡിഷ് ഇലക്ട്രിക് കാർ ബ്രാൻഡായ പോൾസ്റ്റാറുമായി സഹകരിച്ച് ബംഗളൂരുവിൽ ടെക്നോളജി ഹബ്ബ് സ്ഥാപിക്കും. ഹബ്ബ് EVയുടെ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇൻഫോടൈൻമെന്റ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം, ടെലിമാറ്റിക്സ് എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇലക്ട്രിക് വെഹിക്കിൾ സോഫ്റ്റ്വെയർ വികസനവും മൂല്യനിർണ്ണയവും നടത്താനാണ് ഹബ്ബ് ലക്ഷ്യമിടുന്നത്. ഇൻഫോസിസുമായി ചേർന്ന് കമ്പനിയുടെ ആഗോള സജ്ജീകരണത്തിൽ പോൾസ്റ്റാർ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണെന്ന് കമ്പനിയുടെ സോഫ്റ്റ്വെയർ മേധാവി സ്വെൻ ബെവർ പോൾസ്റ്റാർ പറഞ്ഞു. പോൾസ്റ്റാറിന്റെ വാഹന പോർട്ട്ഫോളിയോയും പുതിയ മോഡൽ ലോഞ്ചുകളും പിന്തുണയ്ക്കുന്നതിനായി ടെക് ഹബിന്റെ പ്രവർത്തനം പ്രയോജനപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയറിംഗ് ഗവേഷണ മേഖലകളുടെ വിപുലീകരണം വേഗത്തിലാക്കാൻ ഇരു കമ്പനികളും തമ്മിലുള്ള സഹകരണം ഉപകരിക്കുമെന്ന് ഇൻഫോസിസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. പുത്തൻ അപ്ഡേറ്റുമായി ഗൂഗിൾ ഫോട്ടോസ് ആപ്പിലെ വീഡിയോ എഡിറ്റിംഗ് ഫീച്ചർ. AI സഹായത്തോടെ കൂടുതൽ മെച്ചപ്പെടുത്തിയ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് iOS വെർഷനുകളിൽ ലഭ്യമാണ്. ഗൂഗിൾ ഫോട്ടോസ് ആപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മൊബൈൽ വീഡിയോ എഡിറ്റർ ടൂളുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ ഫോട്ടോസിൽ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ എഡിറ്റ് ബട്ടൺ അമർത്തിയാൽ പുതിയ AI ടൂളുകൾ പുത്തൻ ലേഔട്ടിൽ കാണാനാകും. സ്ലോ മോഷൻ, സ്പീഡപ്പ് വീഡിയോകൾ തയ്യാറാക്കാനുള്ള സംവിധാനം, കളറും സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള ഓപ്ഷൻ, ട്രിമ്മിംഗ് ടൂൾ മുതലായവ പുതിയ ഗൂഗിൾ ഫോട്ടോസ് ആപ്പിലുണ്ട്. ഇതിനു പുറമെ വീഡിയോ ടൈംലൈനിൽ കാണുന്ന ടൂളുകൾ ഗൂഗിൾ പുനഃക്രമീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം മ്യൂട്ട്, എൻഹാൻസ്, സ്റ്റെബിലൈസ്, എക്സ്പോർട്ട് ഫ്രെയിം തുടങ്ങിയ ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതും AIയുടെ വരവോടെ അനായാസമായി. ഒരൊറ്റ ടാപ്പ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ട്രിമ്മിംഗ്, സ്പീഡ് കൺട്രോൾ, ലൈറ്റിംഗ് മോഡിഫിക്കേഷൻ എന്നിവ സാധ്യമാകും. സ്ലോ മോഷൻ, സൂം, ഡൈനാമിക് മോഷൻ, ട്രാക്കിംഗ് തുടങ്ങിയവയും ഈ പ്രീസെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. അടുത്ത വർഷം ഒല ഇലക്ട്രിക് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 10,000-ആയി ഉയർത്തും. 2025 അവസാനത്തോടെ വിൽപ്പന സേവന ശൃംഖലയും വിപുലീകരിക്കും. ചെറുനഗരങ്ങളിലും പട്ടണങ്ങളിലും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി 2025 അവസാനത്തോടെ 10,000 സെയിൽസ് ആൻഡ് സർവീസ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുമെന്ന് ഒല ഇലക്ട്രിക് അറിയിച്ചു. ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്ക് EV വിപ്ലവത്തെ കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ട് നെറ്റ്വർക്ക് പ്രോഗ്രാം ആരംഭിച്ചതായി ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാവ് പറഞ്ഞു. ഈ സംരംഭത്തിന് കീഴിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന വിപുലീകരിക്കുന്നതിനായി 625 പങ്കാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അടുത്ത വർഷം അവസാനത്തോടെ വിൽപ്പനയിലും സേവനത്തിലുമായി 10,000 പങ്കാളികളെ ഉൾപ്പെടുത്തി തങ്ങളുടെ ശൃംഖല വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ഓല പറഞ്ഞു. ഓല ഇലക്ട്രിക്കിന് നിലവിൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 800ഓളം സ്റ്റോറുകളുണ്ട്. നെറ്റ്വർക്ക് പങ്കാളി പ്രോഗ്രാമിനൊപ്പം വരാനിരിക്കുന്ന ഉത്സവ സീസണിന് മുന്നോടിയായി 1,800ഓളം വിൽപ്പന സേവന ടച്ച് പോയിന്റുകൾ സ്ഥാപിക്കും. 75,000 മുതൽ 2 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും ബൈക്കുകളും ഓല ഇലക്ട്രിക് നിലവിൽ വിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.